ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൗനരാഗത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ കോടതിയിൽ നിന്നും നേരെ വീട്ടിലേക്ക് വരുമ്പോൾ യാമിനിയും രതീഷും കൂടിയിട്ട് വിക്രമിനെ ഓരോന്ന് പറയുന്നുണ്ട്. അവന് ഒന്നില്ലെങ്കിൽ ഇത്രയും പ്രായമായുള്ള ഒരു അമ്മയുടെ മാല പൊട്ടിക്കാനായിട്ട് എങ്ങനെ തോന്നി? അവൻ എന്തായാലും ജയിലിൽ കിടക്കട്ടെ. ഇനിയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഒരു ക്രൂരനായിട്ട് മാറും. കക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അത് തന്നെയായിരിക്കും അവൻ്റെ തൊഴിലെന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പ്രകാശന് നെഞ്ചുവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, നെഞ്ചുവേദന ഒന്നും എടുത്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങളെ ഇതിൻ്റെ പേരിൽ വിക്രമിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നെഞ്ചുവേദന എടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ നേരെ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാദംബരി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഈ ആൾക്ക് ആ വിക്രമിനോടുള്ള ആ ഒരു വെറുപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ ഇയാൾക്കെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സോണിയയും ദീപിയും തമ്മിൽ സംസാരിക്കുകയാണ്. അമ്മയ്ക്ക് എത്രയൊക്കെ പറഞ്ഞാലും മകൻ ജയിലിലേക്ക് പോകുന്നതിൽ വിഷമം ഉണ്ടാവില്ലെന്ന് ചോദിച്ചപ്പോൾ ദീപ പറയുന്നുണ്ട്, എനിക്കെന്തിനാ അങ്ങനെ തോന്നണം? കല്യാണി മോള് ഇവിടുന്ന് പോകുമ്പോൾ വരെ ഞാൻ പറഞ്ഞതാണ് അവന് ഒരിക്കലും വെറുതെ വിടരുതെന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണിയും കിരണും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കല്യാണിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തായി പോയിട്ടെന്ന്. അപ്പോൾ കല്യാണി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു? അവനെതിരെയുള്ള മൊഴികൾ നൽകിയെന്ന് പറയുകയാണ്. അവൻ്റെ അച്ഛനാകെ തളർന്നു പോയായിരുന്നു ഇത് കേട്ടിട്ടെന്ന് പറയാണ്. അയാൾ വളർത്തി വലുതാക്കി വഷളാക്കിയ മോനാണത്. എൻ്റെ വയറ്റിൽ കുരുത്ത ഒരു അസുര ജന്മമാണെന്നൊക്കെ ദീപ പറയുന്നുണ്ട്. അപ്പോൾ സോണിയയും കല്യാണമൊക്കെ പറയുന്നുണ്ട്, അവനിനി കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സരയും ഷാരയും കൂടിയിട്ട് സംസാരിക്കുകയാണ്. എന്ത് പറ്റി നമ്മുടെ അച്ഛനിപ്പോൾ മരുമോനോടൊരു സ്നേഹമില്ലാണ്ടായി എന്ന് പറയാണ്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, മോളെ അച്ഛൻ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ മോൾ അവനെ മുറുകെ പിടിക്കണം, അവനാണ് നമുക്കിനി ആകെയുള്ളൊരു രക്ഷ എന്ന് പറയാണ്. അങ്ങനെ രാഹുൽ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുലിനൊരു കോൾ വരുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ പ്രകാശനാണ് വിളിക്കുന്നത്. എന്നിട്ട് പ്രകാശൻ പറയുന്നുണ്ട്, രാഹുലെ നിനക്ക് എന്നോട് ദേഷ്യമെന്നറിയാം, എനിക്കും നിന്നോട് അങ്ങനെ തന്നെ, പക്ഷേ നമ്മൾ രണ്ടുപേരുടെ ശത്രുക്കൾ ഒന്നാണ്. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ശത്രുവിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറയണം. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് കല്യാണിയെ കൊന്നു കളയണമെന്ന് പറയണമെന്നുണ്ട്, കാരണം അവൾ കാരണം എൻ്റെ മോൻ അകത്തായി എന്ന് പറയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ വാർത്തയിലൊക്കെ അറിഞ്ഞായിരുന്നു നിൻ്റെ മോൻ ചെയ്ത കാര്യങ്ങളെന്ന് പറയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ചേർന്നിട്ട് കല്യാണിയെ ഇല്ലാതാക്കണം എന്ന് പറയണം. അവൾ ഇല്ലാതായാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന് പ്രകാശം പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഷാരിയോടും സരയുവിനോടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സരയു പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ഒരു പ്രായമായ സ്ത്രീയുടെ മാലല്ലേ അവൻ പൊട്ടിച്ചെന്ന് പറയാണ്. ആ കല്യാണിൻ്റെ കയ്യിൽ കുറേ കാശൊക്കെ ഉണ്ട്, പക്ഷെ അവളെ ഇവരെ മുമ്പിൽ വലിയ ആളാവാനായിട്ട് ആ പൈസയൊന്നും അവർക്ക് കൊടുക്കത്തില്ല എന്നും പറയാണ്. അപ്പം നമ്മുടെ സരയു പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കല്യാണിനെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ചന്ദ്രസേന ഇല്ലാണ്ടായാൽ മാത്രമാണ് ബാക്കിയെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് സരയു പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയുകയാണ്, ഞാൻ എന്തായാലും മൈക്കിളിനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കൊലയാളിയെ ഒന്ന് വിളിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനൊരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാളെ തീർത്തോണ്ടെന്ന് പറയണം. സാർ ഇവിടുന്ന് പോയിട്ട് വരെ അയാളുടെ ആൾക്കാർ സാറിൻ്റെ പിന്നാലെ ഇല്ലേ, അതുപോലെ ഈ നാട്ടിലുള്ള എൻ്റെ പിന്നാലെയും അയാളുടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. സാറ് ഒരു സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുക, അതിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു അവസരം കിട്ടിയാൽ ഞാൻ എന്തായാലും ചന്ദ്രസേനെ വകവരുത്തിക്കൊണ്ടെന്ന് മൈക്കിൾ രാഹുലിനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സേനനാണെന്നുണ്ടെങ്കിൽ രൂപ കല്യാണിയുടെ കയ്യിൽ കൊടുത്തുവിട്ട ആ ഒരു ഷർട്ട് ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ സേനൻ അറിയാം ഇത് രൂപയായിരിക്കും കൊടുത്തത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ കാര്യസ്ഥനായിട്ട് സംസാരിക്കുന്നുണ്ട്, കല്യാണി മോള് കൊണ്ടുവന്ന ഷർട്ട് അപ്പോൾ തന്നെ ഇട്ട് നോക്കിയോ, ഒന്നും നോക്കണ്ട, കറക്റ്റ് പാകമാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ മനസ്സിൽ സേനൻ ആലോചിക്കുന്നുണ്ട്, ഇത് കൊടുത്തയക്കേണ്ട ആൾ തന്നെയാണോ കാര്യസ്ഥ കൊടുത്തുവിട്ടതെന്ന് ആലോചിക്കാമെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഷർട്ടൊക്കെ ഇട്ടപ്പോഴേ കറക്റ്റ് അളവുമാണ്, അതേപോലെ ഒന്ന് പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നു എന്ന് പറയാണ്. അത് കാര്യസ്ഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പിള്ളേർ പറയുന്ന പോലെ ഇനി ആ മെസ്സേജ് അയക്കുന്ന ആളായിട്ട് എന്തെങ്കിലും എന്ന് പറയുമ്പം സേന പറയുന്നുണ്ട്, ആടോ ഞാൻ ആ ഒരു മെസ്സേജ് അയക്കുന്ന പെണ്ണായിട്ട് സ്നേഹത്തിലാണ്, ഇപ്പോൾ പ്രേമിക്കേണ്ട പ്രായമല്ലടോ, അതിനിപ്പോൾ നേരം കാലമൊന്നും നോക്കൊന്നും വേണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് പ്രേമിച്ച് നടക്കാൻ ഞാൻ പോവാമെന്നും പറഞ്ഞിട്ട് സേനൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണുന്നത് രൂപയാണെന്നുണ്ടെങ്കിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ കണ്ണാടി നോക്കിയിട്ട് രൂപ പറയുന്നുണ്ട്, ഇത് ചന്ദ്രേട്ടന് ഇഷ്ടമുള്ള കളറാണ്, എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ കളറുള്ള സാരി എനിക്ക് മേടിച്ച് തരാറ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് യാമിന് പറയുന്നുണ്ട്, അതേന്ന്. അപ്പോൾ യാമിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും കേട്ടൊന്നു? ഞാൻ കേട്ടായിരുന്നു, ഇത് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം ഞാൻ കേട്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ഞാൻ നിൽക്കുമ്പോൾ ചൂളി പോകുന്നുണ്ട്, കാരണം യാമിനി ഇവിടെ വന്നിട്ട് അധികമായിട്ടില്ല, അതിനു മുമ്പ് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും പൊറുക്കാനും പറ്റിയതല്ല, എൻ്റെ മക്കൾ വരെ അച്ഛൻ
എന്നുള്ളൊരു പേര് വരെ പറയാറുണ്ടായിരുന്നില്ല. അത്രയും ഞാൻ വെറുപ്പിച്ചെടുത്തു. അതൊക്കെ ഞാൻ ചെയ്തത് തെറ്റല്ലേ എന്ന് പറയുകയാണ്. ഞാൻ അത്രയധികം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെയ്തതും പറഞ്ഞതൊക്കെ ഒരുപാട് കൂടിപ്പോയിരുന്നെന്ന് പറയുകയാണ്. അപ്പോൾ യാമിനി പറയുന്നുണ്ട്, എന്തിനിങ്ങനെ വിഷമിക്കുന്ന കാര്യം, ഇതെല്ലാം ശരിയാക്കിയിട്ട് ഒന്നിപ്പിക്കാനായിട്ട് നമ്മുടെ കല്യാണി മോളുണ്ടല്ലോ എന്ന് പറയുകയാണ്. അത് ശരിയാ, അവൾക്ക് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണെന്ന് പറയുകയാണ്. അപ്പോൾ യാമിനിയോട് യാത്ര പറഞ്ഞിട്ട് അമ്പലത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ യാമിനി ചോദിക്കുന്നുണ്ട്, ഇനി അദ്ദേഹം അവിടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യാമിനിയോട് യാത്ര പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് രൂപ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ രൂപയാണെന്നുണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി അധികം നാളൊന്നും ഇങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കില്ല, അതിനു മുമ്പായിട്ട് എൻ്റെ ചന്ദ്രേട്ടനായിട്ട് എന്നെ ഒന്നിപ്പിക്കണമേ എന്ന് പറയുന്നുണ്ട്. അതിലും കൂടുതൽ എനിക്കിനി കാത്തിരിക്കാനായിട്ട് പറ്റില്ല, അത്രയധികം തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രൂപ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ ആ അമ്പല പരിസരത്ത് മൈക്കിൾ നിൽക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രസേനൻ വരുന്നത് കണ്ടിട്ട് കയ്യിലുള്ള കത്തിയുമായിട്ട് നോക്കി നിൽക്കുകയാണ് ചന്ദ്രസേനനെ വകവരുത്താനായിട്ട്. അങ്ങനെ ചന്ദ്രസേനൻ കാറിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് നടന്നു വരുന്ന വഴിയിൽ പിന്നിലൂടെ മൈക്കിൾ കത്തിയുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ സേനൻ്റെ ബാക്കിലെത്തിയിട്ട് പുറകെ ആഞ്ഞു കുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ആ കുത്താൻ വരുന്ന സമയത്ത് ആ മൈക്കിളിൻ്റെ കയ്യിൽ തടുക്കുന്നുണ്ട് നമ്മുടെ രൂപ. അങ്ങനെ ചന്ദ്രേട്ട എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ആ വിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മൈക്കിൾ താഴെ കിടക്കുന്നുണ്ട്, രൂപ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൈക്കിളിനെ കണ്ട സേനനാണെന്നുണ്ടെങ്കിൽ അരയിലിരിക്കുന്ന തോക്കുമായിട്ട് മൈക്കിളിൻ്റെ പിന്നാലെ ഓടാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രൂപയാണെന്നുണ്ടെങ്കിൽ തല കറങ്ങി വീഴാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചന്ദ്രേട്ട എന്ന് ഉറക്കെ വിളിക്കുകയാണ് രൂപ. അപ്പോഴേക്കും ചന്ദ്രൻ വന്നിട്ട് നേരെ തന്നെ രൂപയെ വീഴാൻ പോകുന്നത് തടഞ്ഞ് നിർത്തുന്നുണ്ട്. അങ്ങനെ അവളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അങ്ങനെ അവളെ വീൽ ചെയറിൽ ബോധമൊന്നും ഇല്ലാതെ നമ്മുടെ രൂപയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ തലയിലൊക്കെ ഒന്ന് തലോടി കൊടുക്കുകയാണ് സേനൻ. എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കൊണ്ടുപോവുകയാണ് രൂപയെ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടറോട് സേനൻ പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ പറയാം, അതിന് മുമ്പ് പോയിട്ട് എൻ്റെ രൂപയൊന്ന് നോക്കുമെന്ന് പറയാണ്. അങ്ങനെ അകത്തോട്ട് ഡോക്ടർ പോകുന്നുണ്ട്. ആ സമയം സേനൻ മനസ്സിലാലോചിക്കുകയാണ്, എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളല്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ആ ആൾ തന്നെയാണല്ലോ ഇപ്പം എന്നെ രക്ഷിച്ചത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നാലോചിച്ച് സേനൻ അങ്ങനെ നിൽക്കുകയാണ് പകച്ച്. അങ്ങനെ സേനനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരാഗത്തിൽ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ലൈക്ക് കൊടുത്തിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിൽ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.